ഏർവാടിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമം എത്തും. ഒരു തീരദേശ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ഒരു അത്ഭുത കിണറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പൊ വാൽനോക്കി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേരുള്ളത്. ഈ ഏർവാടിയിലുള്ള ശുഹദാക്കളുടെ കാലത്ത് തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ യുദ്ധക്കളത്തിൽ മരണപ്പെട്ട സ്ഥലമാണ് ഇത് എന്നുള്ളതാണ് അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പൊ ഗ്രാമീണ സ്ത്രീകൾ ഇങ്ങനെ കുടത്തിൽ വെള്ളമേന്തി പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ അത്ഭുത കിണറ്റിൽ നിന്നാണ് വെള്ളമേന്തിയിട്ട് ഈ ഗ്രാമീണ സ്ത്രീകൾ കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ തീരത്തുള്ള കടലിനോട് ചേർന്നുള്ള ആ ഒരു ഭാഗം കാണാൻ വേണ്ടി പോയി. കുറേയേറെ അങ്ങോട്ട് നടക്കണം. നല്ലൊരു മരുഭൂമി പോലെയുള്ള മണൽക്കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പല ആളുകളും ആ ഒരു അത്ഭുത കിണർ ലക്ഷ്യമാക്കിയിട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്തായാലും ഈ പലതവണ ഏർവാടിയിൽ വന്നിട്ടും ഈ ഒരു തീർത്ഥാടന കേന്ദ്രമോ ഈ അത്ഭുത കിണറോ ഞങ്ങൾ കണ്ടിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ കിണർ കണ്ടു. ആ കിണറ്റിൽ നിന്ന് അവിടുത്തെ ഗ്രാമീണരായ സ്ത്രീകൾ വെള്ളം കോരുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർ കോരുന്ന വെള്ളം കുപ്പിയിലും കുടത്തിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോവാണ്. ഏർവാടിയിലെ ശുഹദാക്കന്മാർ മതപ്രചാരണാർത്ഥം ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ, ഈ തീരപ്രദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഇവിടെ യുദ്ധത്തിനിടയിൽ നിർമ്മിച്ചൊരു കിണറാണ്. ആ കിണറ്റിൽ മാത്രം ഇവിടെ ശുദ്ധജലമാണ്. ഈ കടലിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ ഈ കിണറുള്ളത് കേട്ടോ. ഇവിടെയുള്ള എല്ലാ കിണറ്റിലുള്ളത് ഉപ്പുരസം കലർന്ന വെള്ളമാണെങ്കിൽ ഈ കിണറ്റിൽ ശുദ്ധമായ വെള്ളമാണ്. ഈ വെള്ളം കുടിച്ചിട്ട് വലിയ ഔഷധ ഗുണമുള്ളൊരു വെള്ളമാണ് എന്നുള്ളതാണ് പലരുടെയും ഒരു വിശ്വാസം. അപ്പോൾ വരുന്നവർക്ക് ഈ ഒരു സ്ത്രീ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇവരിങ്ങനെ ഒരു വിശുദ്ധമായ വെള്ളം എന്നതുപോലെ ആളുകൾ ഇത് കൊണ്ടുപോകും. അവിടെ കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് ആ തീരപ്രദേശത്ത്. പ്രധാനമായിട്ടും അവരുടെ വരുമാന മാർഗം മത്സ്യമാണ്. അപ്പോൾ അവരാ മത്സ്യം പിടിക്കുന്ന ആളുകളും അവിടുത്തെ ഗ്രാമീണരായ സ്ത്രീകളും ഒക്കെ അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകും. ഞാൻ ആ വെള്ളം ഒന്ന് കോരി കുടിച്ചു. മാഷാ അല്ലാഹ്, ഭയങ്കര സന്തോഷം. നല്ലൊരു തെളിഞ്ഞ ശുദ്ധജല വെള്ളം, ഒരു തരത്തിലും ഉപ്പിനൊരു അംശമില്ല. അപ്പോൾ ഇതാണ് ഒരു അത്ഭുത കിണറായിട്ട് പറഞ്ഞിരുന്നത്. ചില പ്രദേശങ്ങളിലൊക്കെ തീരപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കടൽ വെള്ളത്തിന്റെ ഒരു സാന്നിധ്യമില്ലാതെ ശുദ്ധജലം കിട്ടലുണ്ട്. അത്തരം ഒരു സ്ഥാനത്തിലായിരുന്നു അന്ന് ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹു കിണർ കുത്തിയത്. അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളുടെ ഏക ആശ്രയമാണ് ഈ ഒരു വെള്ളം. ഇതൊരിക്കലും വറ്റാറില്ല. എത്ര വേനലാണെങ്കിലും ഇതിലും ഒരിക്കലും വെറ്റലില്ല. ഇതിൽ ഒരു തരത്തിലും ഉപ്പ് കലരാത്ത വെള്ളമാണ്. അപ്പൊ ഇവിടെ വലിയ ചരിത്രങ്ങളുണ്ട്. ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ മഖാമാണ് നമ്മൾ ആ കാണുന്നത്. അവിടെ കൊടിമരവും അതിനെന്തൊക്കെയോ ചില കഥകളുണ്ട്. പിന്നെ ചില ഇല്ലാത്ത കഥകളും കേൾക്കുന്നുണ്ട്. അന്നത്തെ രക്തം ഒരു കല്ലിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ചരിത്രപരമായിട്ട് എന്തില്ല, രേഖകളില്ല. കിണർ കണ്ടു, കിണറ്റിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. ആളുകൾ ചെറിയ ബക്കറ്റ്, ഈ പാത്രം മുറിച്ചുണ്ടാക്കിയ ബക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം കോരുന്നത്. ഇങ്ങനെ കയറിട്ടിട്ട് പ്രാകൃതമായ രീതിയിൽ കോരണം. അപ്പൊ അവിടെ അത്തരത്തിൽ രക്തം പുരണ്ട പാറയുണ്ട്. നമ്മൾ പോയപ്പോഴൊന്നും അത് കണ്ടില്ല. ഇവിടെ എന്തായാലും നല്ല പാറകളൊക്കെ ഉള്ളത്. ഇവിടുത്തെ പാറകൾ ഉപയോഗിച്ചിട്ടാണ് കായൽപട്ടണത്തുള്ള കീഴക്കരയിലുള്ള ജിന്നുപള്ളി എന്ന് പറയുന്നൊരു പള്ളി നിർമ്മിച്ചത്. അതാണ് ഈ ഒരു വാൽനോക്കിയുടെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഒരു മക്കാമിലുള്ളത് ഇബ്രാഹിം ബാദ്ഷാ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ മക്കാമാണ്.